ശ്രീകൃഷ്ണമായ സ്വാമിനേ നമഃ. എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ സുനിൽ അയ്യങ്കോൽപ്പടി പെരുങ്ങോട്ടുകര. പ്രസിദ്ധമായ ആവണയങ്ങാട് ശ്രീകൃഷ്ണമായ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നു. പരമ്പരാഗതമായിട്ട് കളമെഴുത്ത് തോറ്റമ്പാട്ടാണ് ഞങ്ങളുടെ കുലത്തൊഴിൽ. അതിലൂടെ എനിക്ക് ഒരുപാട് ശിക്ഷസമ്പത്തുകൾ ലഭിക്കുകയുണ്ടായി. വിഷ്ണുമായ സ്വാമി എന്താണെന്നറിയാനും എങ്ങനെ എന്നറിയാനുമാണ് മുണ്ടക്കൽ ദേവസ്ഥാനാധിപതി എന്നെ ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തിന് വിഷ്ണുമായ ഭഗവാന്റെ എല്ലാ ചൈതന്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം 41 ദിവസത്തെ സേവ പൂർത്തീകരിക്കുകയും ഭഗവാനെ കൈവശപ്പെടുത്തുകയും ഭഗവാനിലൂടെ അത്യധികം സന്തോഷവാനാകുകയും ഇന്നൊരു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ആളായിത്തീരുകയും അവിടെ ഒരുപാട് ഭക്തർ വന്ന് സങ്കട നിവൃത്തി വരുത്തി സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. ഓം ശ്രീകൃഷ്ണമായ സ്വാമിനേ നമഃ. ഈശ്വരോ രക്ഷ. ഇത് മുണ്ടക്കൽ ദേവസ്ഥാനം. കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ദേശത്ത് ചിറക്കടവ് കരയിൽ മണിമലക്കുന്നിൽ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയും കുട്ടിച്ചാത്തന്മാരും കുടിയിരിക്കുന്ന പുണ്യഭൂമി. ചിറക്കടവ് മഹാദേവന്റെ കൈക്കുമ്പിളിൽ ഭദ്രമായ മണ്ണിൽ നല്ലച്ഛന്റെ പൊന്മകനായി ഭഗവാൻ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയും വിളങ്ങി നിൽക്കുന്ന പുണ്യസ്ഥാനം. നമസ്കാരം. ഇത് മുണ്ടക്കൽ ദേവസ്ഥാനം മഠാധിപതി. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മുണ്ടക്കൽ ദേവസ്ഥാനത്തിനുള്ള ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ മുണ്ടക്കൽ ദേവസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിഷ്ണുമായ സ്വാമിയോടൊപ്പം 18 ഇല്ലം വാഴും മുണ്ടിയൻ മലവാഴി പരദേവതയും തുല്യ പ്രാധാന്യത്തിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് മുണ്ടക്കൽ ദേവസ്ഥാനം. മലവാഴി പരദേവത അല്ലെങ്കിൽ മുണ്ടിയൻ മലവാഴി പരദേവത നമ്മുടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കുടുംബ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് മാസത്തിലൊരിക്കലോ അല്ല ആണ്ടിലൊരിക്കലോ ഒക്കെ ആയിരിക്കും കർമ്മങ്ങൾ. എന്നാൽ നമുക്കിവിടെ ഭഗവാന് നിത്യേന അഭിഷേകാദികളും നീത്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനോടൊപ്പം തുല്യ പ്രാധാന്യത്തിൽ നമ്മൾ എടുത്തു പറയുന്നതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ രീതികൾ തന്നെയാണ്. നമുക്ക് ആചാരപരമായിട്ട്, അതായത് ഗുരുപാരമ്പര്യമായിട്ട് കവളാചാര വിധിപ്രകാരമുള്ള ഭഗവാന്റെ നീത്യങ്ങൾ, ആരാധനകൾ, ആചരണങ്ങൾ, ഇതിനൊക്കെയും വളരെയായിട്ടുള്ള സവിശേഷതകളുണ്ട്. കാരണം നമ്മുടെ ഗുരുപാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ആചരിച്ച് വന്നിരിക്കുന്ന നീത്യങ്ങൾക്ക് തന്നെ പ്രത്യേകതയുണ്ട്. ഇന്നും അതിന് ചിട്ടയും നിഷ്ഠയും കോട്ടവും ഒന്നും വരുത്താതെ കണ്ട് നമ്മൾ പരിപാലനമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. രണ്ടാമത് ഇന്ന നീത്യത്തിൻ്റെ അടുത്ത് ഇന്ന നീത്യമേ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും ചിട്ടൊക്കെ തെറ്റിക്കാതെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലവാഴി പരദേവതയും
വിഷ്ണുമായ സ്വാമിയും തുല്യ പ്രാധാന്യം ഇരിക്കുന്നുള്ളൊരു പ്രാധാന്യവും പിന്നെ നമ്മുടെ കർമ്മ രീതികളും. അതായത് ഒരു ഭക്തൻ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഭക്തൻ്റെ ദോഷം എന്താണോ, അതായത് കാരണം എന്താണോ, അത് കണ്ടുപിടിച്ച് ആ കാരണത്തിനാണ് നമ്മൾ ചികിത്സ. അതായത് ആ കാരണത്തെ നമ്മൾ മാറ്റി നിർത്തി അതിന് ശേഷമാണ് ഭക്തൻ്റെ ആവശ്യം എന്താണോ അത് ഭഗവാനിലേക്ക് നമ്മൾ സമക്ഷം വെച്ച് പൂർത്തീകരിക്കുന്നത്. അതായത് 10 പേര് വന്നാലും 100 പേര് വന്നാലും ഓരോരോ വ്യക്തികളെ വിളിച്ച് അവരുടെ ദോഷങ്ങളെ നമ്മൾ ബന്ധനം ഇറക്കി അവരുടെ ശരീരത്തെ ശുദ്ധി ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മൾ അവരുടെ കാര്യസാധ്യം സമർപ്പിക്കുകയാണ്. കുടിയിരുപ്പ് സമ്പ്രദായത്തിലാണ് ആചാരങ്ങളെല്ലാം തന്നെ. കൗളാചാര കർമ്മങ്ങളിലൂടെ ചിട്ടയിലും നിഷ്ഠയിലും ആചരണങ്ങളിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാതെ വിഷ്ണുമായ സ്വാമിക്കും പരിവാരങ്ങൾക്കും കർമ്മങ്ങളും നേദ്യങ്ങളും വെച്ചൂട്ടി ആരാധിച്ചു പോരുന്നു. ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയും 18 ഇല്ലം വാഴും മുണ്ടിയയ്യൻ മലവാഴി പരദേവതയും തുല്യ പ്രാധാന്യത്തിൽ കുടിയിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് മുണ്ടയ്ക്കൽ ദേവസ്ഥാനം. ഭഗവാനോടൊപ്പം മുത്തപ്പന്മാരും പണിക്കരച്ചന്മാരും വീരകരിങ്കുട്ടി സ്വാമിയും ഒരേ കൊട്ടിലിൽ കുടികൊള്ളുന്നു. ചിറക്കടവ് ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദേശത്ത് പോത്തിനെ വളർത്താൻ പാടില്ല. എന്നാൽ ദേവപ്രശ്നപ്രകാരം ദേവസ്ഥാനത്ത് പോത്തിനെ വളർത്താമെന്നും അതിന് മഹാദേവന് യാതൊരു അഹിതമില്ലെന്നും തെളിയുകയുണ്ടായി. അതിനാൽ ദേശത്ത് പോത്തിനെ വളർത്തുന്ന ഒരേയൊരു ഇടവും ഇവിടെയാണ്. ഭഗവാന്റെ തിരുവാഹനമായ മഹിഷം സദാ ഭഗവാനെ നോക്കിക്കൊണ്ട് കൊട്ടിലിന് നേരെ തന്നെ കഴിയുന്നു. അടുത്തതായിട്ട് താങ്കളുടെ ഗുരു പരമ്പരയെ അല്ലെങ്കിൽ ഗുരുനാഥനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയാനാണ് ആദ്യം തന്നെ അത് 100 നാവാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്. കാരണം തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര ദേശത്ത് അയ്യങ്കോൽപ്പടി എന്ന തറവാട്ടിലാണ് ഗുരുനാഥൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അയ്യങ്കോൽപ്പടിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആവണങ്ങാട്ടപ്പൻ്റെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമാണ് അതിൽ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മുണ്ടക്കൽ ദേവസ്ഥാനത്തിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും അല്ലെ എനിക്ക് എൻ്റെ പാരമ്പര്യമൊക്കെ വഴി തുറന്നു തന്നതും അല്ലെ എൻ്റെ ഭഗവാനെ എൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് തന്നതും ഒക്കെ എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ അതും പ്രകാരം ആവണങ്ങാട്ടപ്പന് കൊടുക്കുന്ന അതേ കർമ്മകാര്യങ്ങളും ചിട്ടകളും ഒക്കെയാണ് നമ്മളിവിടെയും അനുഷ്ഠിച്ചു പോരുന്നത്. ഭഗവതി രത്നം അയ്യങ്കോൽപ്പടി സുനിൽകുമാർ എന്നാണ് ഗുരുനാഥൻ്റെ പേര്. അതായത് തൃശ്ശൂർ ജില്ലയിൽ പേരുകേട്ട ഒരു കളമ്പാട്ട് ആചാര്യൻ മാന്ത്രിക കുലപതിയുമാണ്. കളമ്പാട്ടിൽ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യസമ്പത്തുകളുണ്ടെങ്കിലും മാന്ത്രികത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എനിക്കും മാത്രമാണത് അദ്ദേഹം തൃപ്തിയോടുകൂടി പകർന്നു തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ പരമ്പര, ആ കുലപരമ്പര ആചരിച്ചു വന്ന കർമ്മങ്ങളും ഒക്കെ അതാണ് എൻ്റെ ബലവും അത് തന്നെയാണ്. അതായത് ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണയിലെത്തും എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ വരുന്ന ഭക്തർക്ക് കാര്യസാധ്യം സുനിശ്ചിതം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ആ അവസാന വാക്ക് അത് ഗുരുനാഥനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഏറ്റവും ഉറപ്പായിട്ടുള്ള, അതായത് വരുന്ന പ്രശ്നക്കാരൻ്റെ കാര്യം സാധിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ആ ഗുരുനാഥൻ എനിക്ക് ആർജിച്ച് തന്ന ആ ശക്തി, കൈമാറി തന്ന ഭഗവാന്റെ മന്ത്രങ്ങൾ, കാര്യങ്ങൾ, സിദ്ധികൾ, കർമ്മങ്ങളൊക്കെ. അപ്പം അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു പരമ്പര, ആവണങ്ങാട്ടപ്പൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന പരമ്പര എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായിട്ടുള്ളൊരു പരമ്പര തന്നെയാണ്. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ മുണ്ടക്കൽ ദേവസ്ഥാനത്ത് ഗുരുനാഥൻ്റെ പരമ്പരയോടുള്ള ആ ചൈതന്യത്തോടു കൂടി നമ്മുടെ മുണ്ടക്കൽ ദേവസ്ഥാനത്ത് കുടിയിരിക്കും. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായി വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന സ്വാമിയുടെ മുന്നിൽ കൈകൂപ്പി വന്ന് അപേക്ഷിച്ചവരെയൊന്നും ഇവിടുത്തെ ഭഗവാൻ ഉപേക്ഷിച്ചിട്ടില്ല.
അതിനുത്തമ ഉദാഹരണം തന്നെയാണ് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്ക്. പല നാടുകളിൽ നിന്നും ധാരാളം പേരാണ് ദേവസ്ഥാനം അന്വേഷിച്ചു വരുന്നത്. മൂന്ന് തലമുറയ്ക്ക് മുമ്പുള്ള മൂലസേവക്കാരനായ ഇട്ടിയാതി മുത്തപ്പൻ്റെ കാലശേഷം കാലത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടോ ദേവനിയോഗം കൊണ്ടോ മറഞ്ഞുപോയ ആ മഹാചൈതന്യം ഇന്ന് 3 തലമുറയ്ക്ക് ശേഷം ഇപ്പോഴത്തെ മഠാധിപതിയിൽ 10 മടങ്ങ് ചൈതന്യത്തോടു കൂടി ഭദ്രമായി കുടിയിരിക്കുന്നു. ഇന്ന് മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്ത് ഭഗവാൻ കുടിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ത്യാഗത്തിൻ്റെയും നിഷ്ഠയുടെയും ഒരു വലിയ കഥയുണ്ട്. ആ കഥയുടെ ചുരുളഴിയാൻ 15 വർഷം പിന്നിലേക്ക് പോകണം. കുട്ടിക്കാലം മുതൽക്കേ പൊതുവെ ഉഗ്രമൂർത്തികളോടായിരുന്നു മഠാധിപതിക്ക് അടുപ്പം. ആ അടുപ്പം പിന്നീട് അങ്ങോട്ട് വിഷ്ണുമായ സ്വാമിയിലേക്കും എത്തി. ഭഗവാന്റെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും നിത്യവും ചൊല്ലുകയും മനസ്സിൽ സദാ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് സ്വാമിയുടെ നിരന്തര സ്വപ്ന ദർശനം ഉണ്ടാവുകയും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ അദ്ദേഹം പൂർണ്ണമായും സ്വാമിയിലേക്ക് അടുക്കുവാനും തീരുമാനിച്ചു. അതിന് സ്വാമിയുടെ സേവ എടുക്കുന്നതിനു വേണ്ടി പല ഗുരുക്കന്മാരെയും കർമ്മികളെയും സമീപിച്ചു. അവരൊക്കെ സമയമായില്ലെന്നും മക്കൾക്ക് മാത്രമേ പകർന്നു കൊടുക്കുകയുള്ളൂ എന്നുമൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചു. എന്നാൽ വിഷ്ണുമായ സ്വാമി കൈപിടിച്ച് നടത്തി എന്നവണ്ണം തൃശൂർ പെരിങ്ങോട്ടുകര ദേശത്ത് അയ്യൻകൊൽപ്പടി സേവാ കളരിയുടെ മുറ്റത്തെത്തിച്ചു. കളമ്പാട്ട് ആചാര്യനും മാന്ത്രിക കുലപതിയുമായ ഭഗവതിരത്നം ശ്രീ അയ്യൻകൊൽപ്പടി സുനിൽകുമാർ എന്ന ആ പുണ്യജന്മത്തിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് തൻ്റെ ഇംഗിതം അറിയിക്കുകയും അദ്ദേഹം ശിരസിൽ തൊട്ടനുഗ്രഹിച്ച് ഭഗവാൻ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ സേവാമന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. സ്വന്തം തൊഴിലും സുഹൃത്ത് ബന്ധങ്ങളും കുടുംബം വരെയും സ്വാമിയോടുള്ള ഭക്തിയിൽ ത്യജിച്ച് കഠിനവ്രതവും നിഷ്ഠയും ആചരണങ്ങളും മുറ പോലെ ആചരിച്ച് മുന്നോട്ട് പോയത് ശ്രദ്ധിച്ച ഗുരുനാഥൻ ചില ഉപദേശങ്ങളോടും ഉടമ്പടികളോടും കൂടെ ഭഗവാന്റെ കർമ്മസേവയും അക്കോട മന്ത്രങ്ങളും രഹസ്യവിധിപ്രകാരമുള്ള കർമ്മങ്ങളും നേദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കളരിയിൽ നിർത്തി പഠിപ്പിക്കുകയും ചെയ്തു. അതിനോടൊപ്പം ചില പരീക്ഷണങ്ങൾ കൊടുക്കുകയും അതിലൊന്നും തളരാതെ സ്വാമിയെ ചേർത്ത് പിടിച്ച മഠാധിപതിക്ക് തൻ്റെ സിദ്ധികളും കർമ്മങ്ങളും ഗുരുനാഥൻ സ്വയം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. കളമ്പാട്ടിൽ ധാരാളം ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടെങ്കിലും മന്ത്രവിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തത് തൻ്റെ മക്കളെ കൂടാതെ മഠാധിപതിക്ക് മാത്രമാണ്. ആവണങ്ങാട് കളരിയുമായുള്ള ബന്ധമാണ് അയ്യൻകൊൽപ്പടി തറവാടിന്. ആവണങ്ങാട് ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട തറവാടാണ്. അതിനാൽ തന്നെ ആ പുണ്യവും ഗുരുപരമ്പരയിലൂടെ മഠാധിപതിയിലും ദേവസ്ഥാനത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കളരിയിൽ നിന്ന് സ്വാമിയെ പഠിച്ചുറച്ച് സേവിച്ച് എന്തൊക്കെ ഉപേക്ഷിച്ചാലും അടുത്ത തലമുറ വേണ്ടിയതിനാൽ കുടുംബത്തെ നോക്കണം എന്നും ഒരു കാരണവശാലും ചിട്ടയും നിഷ്ഠയും തെറ്റരുത് എന്നുമുള്ള ഉപദേശത്തോടു കൂടി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി. ഒപ്പം അയ്യൻകൊൽപ്പടിയുടെ പരദേവതയായ 18 മുണ്ടിയൻ മലവാഴി പരദേവതയും മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്ത് ഭഗവാനോളം തുല്യ പ്രാധാന്യത്തിൽ കുടിയിരുന്ന് ഭക്തർക്ക് അനുഗ്രഹമേകുന്നു. ഗുരുനാഥൻ്റെ സേവാമൂർത്തിയായ കളരി ഭദ്രയും കുഞ്ഞികൃഷ്ണൻ മുത്തപ്പനും മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്തിൻ്റെ മാറ്റും മിഴിവും കൂട്ടി ഇവിടെ കുടികൊള്ളുന്നു. ഒപ്പം വിഷഹാരിയും ഹനുമാൻ സേവകനുമായ മഠാധിപതിയുടെ വല്യച്ഛൻ നാരായണൻ വൈദ്യരുടെയും സ്വപ്നദർശനം കിട്ടുകയും ദേവസ്ഥാനത്ത് ഹനുമാൻ സ്വാമിയുടെ അദൃശ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. സൂര്യൻ ഉച്ചസ്ഥായിയിലെത്തുന്നേരം അരമണിയുടെയും കുറുവടിയുടെയും അകമ്പടി നാദത്തോടെ ഭഗവാന്റെ ദർശനവും കൽപ്പനയും ആരംഭിക്കുന്നു. നൃത്തപതിയുടെ ശരീരത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞ്
ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ചടങ്ങാണിത്. ശക്തിയെ മലയാളത്തിലാണ് ഇവിടെ കൽപ്പന. ഉറഞ്ഞു തുള്ളിയിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ തീരാ ദുഃഖങ്ങളും സങ്കടങ്ങളും കെട്ടഴിച്ചു വെച്ച് അതിനെയൊക്കെയും ഭഗവാൻ തന്നെ പരിഹാരം നിശ്ചയിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. നൃത്തത്തിലിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ സത്യം ചെയ്ത് മദ്യപാനം നിർത്തിയതും തീരാബാധകൾ ഒഴിഞ്ഞുപോയതും സംസാരശേഷി ലഭിച്ചതുമൊക്കെ മുണ്ടയ്ക്കൽ ദേവസ്ഥാനം വാഴുന്ന ആ മഹാചൈതന്യത്തിൻ്റെ ശക്തിവിശേഷത്തെ എടുത്തു കാട്ടുന്നു. എൻ്റെ പേര് അനീഷ്. ഞാൻ ഇറങ്ങാൻ വരുന്നു കോട്ടയം. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നിരുന്നത്. സംസാരം ഇച്ചിരി പുറകോട്ടായിരുന്നു. ഇവിടെ വന്ന് പൂജയിൽ കഴിഞ്ഞ ശേഷം അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഒരു വാക്കുകൾ മാത്രമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വാക്കുകൾ ഒരുമിച്ച് കൂട്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്പായുടെ പേരൊന്ന് പറഞ്ഞു. അമ്പായുടെ പേരൊന്ന് പറഞ്ഞു. ചേച്ചയല്ല. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേദ്യത്തെക്കുറിച്ചിട്ടാണ്. വിഷ്ണുമായ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നേദ്യം എന്ന് നമുക്ക് പറയുമ്പോൾ തമുക്കാണ് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നേദ്യം. അതായത് തരിപ്പണം, ഇരുനാവൂരി, പിന്നെ നമ്മുടെ ഈ കോട്ടയം ഭാഗത്തേക്കൊക്കെ വറവൊടി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തമുക്ക് എന്ന് നമ്മൾ പറയുന്ന ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേദ്യം. അതായത് നമ്മുടെ പരമ്പര പ്രകാരം നമുക്ക് കൈമാറി വന്നേക്കുന്ന ഒരു ഉപദേശം അല്ലെ എന്താണ് അതിൻ്റെ അറിവെന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കള്ളും മദ്യവും ചിരട്ടപ്പൊട്ട് ഓട്ടടങ്ങിയ ഇത്യാദി നേദ്യങ്ങളൊക്കെ നമ്മൾ വയ്ക്കുമെങ്കിലും ഭഗവാൻ ഏറ്റവും പ്രിയത്തോടും ഇഷ്ടത്തോടും കൂടി കഴിക്കുന്നത് തമുക്കാണ്. ബാക്കിയൊക്കെ ഭഗവാൻ കുട്ടിച്ചാത്തന്മാർക്ക് കൊടുക്കുമെന്നാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. അപ്പോൾ തമുക്കെന്ന് പറയുന്ന നേദ്യം രഹസ്യമായിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ടും രഹസ്യമായിട്ടുള്ള ചില ചേരുവകൾ കൊണ്ടും നമ്മൾ തയ്യാറാക്കുന്നത്. അത് മഠാധിപതി തന്നെ, ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്നത്. മറ്റാർക്കും അതിൻ്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ ചേരുവകളോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടോ കൈമാറിയിട്ടോ ഇല്ല. അപ്പോൾ അങ്ങനെ അത് കൈവിഷത്തിന് വേണ്ടിയാണ്, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള നേദ്യമാണ് തമുക്ക് എന്ന് പറയുന്നത്. അത് അതിൻ്റെ അകത്ത് ഒരു പദാർത്ഥം നമ്മൾ ചേർക്കാതെ വരുമ്പം അതിന് തരിപ്പണം എന്ന് നമ്മുടെ ഈ കോട്ടയം ഭാഷയിലൊക്കെ വരും. അപ്പോൾ അതിന് നനവുണ്ടാവില്ല തരിപ്പണത്തിന്. തമുക്ക് എന്ന് പറയുമ്പോൾ അതിന് ഇത്തിരി നനവുണ്ടാകും. കാരണം അതിൻ്റെ അകത്ത് കരിക്ക് നമ്മൾ മിശ്രിതമായിട്ട് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള നേദ്യങ്ങളൊക്കെയും കുറേ നേദ്യങ്ങളൊക്കെ രഹസ്യമായിട്ടും രഹസ്യവിധി പ്രകാരമായിട്ടുള്ള ചേരുവകളാണ് അതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നത്. ഇത് കുക്ഷികൽപ്പ സമാധി. 390 കുട്ടിച്ചാത്തന്മാർ കുടിയിരിക്കുന്ന സ്ഥാനം. ഒപ്പം പണിക്കരച്ചന്മാരും അയ്യങ്കോൽപ്പടി വേലപ്പക്കുട്ടി മുത്തപ്പനും ഇത്യാദി മുത്തപ്പനും കുട്ടിച്ചാത്തന്മാരിൽ ലയിച്ച് ഭക്തർക്ക് അനുഗ്രഹമേകുന്നു. ശത്രുദോഷം, ബാധാദോഷം, ആഭിചാരദോഷം, ബന്ധനങ്ങൾ എന്നിവയൊക്കെ കുക്ഷികൽപ്പ കർമ്മത്തിലൂടെ ശാക്തമായ തീർപ്പ് നൽകി അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. തുള്ളിയുറയുന്ന ബാധാദോഷങ്ങളൊക്കെ ഇവിടെ സത്യം ചെയ്ത് ഒഴിഞ്ഞു പോകുന്നു. ഭഗവാന്റെ കുട്ടിലിൽ നിന്ന് ലഭിക്കുന്ന മുദ്ര ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ഇവിടെ ശരീരത്തെ ഒഴിഞ്ഞ് സമർപ്പിക്കുന്നു. അതിലൂടെ സർവ്വബന്ധനങ്ങളും ദോഷങ്ങളും ഒറിഞ്ഞു മാറുന്നു. അടുത്തതായിട്ട് അറിയാനുള്ളത് എന്താ വെച്ചാൽ വിഷ്ണുമായ സ്വാമിയുടെ തുല്യ പ്രാധാന്യത്തോടുകൂടി ഇരിക്കുന്ന 18 ഇല്ലം വാഴും മുണ്ടിയൻ പരദേവതയെ കുറിച്ചിട്ടാണ്. മുണ്ടിയൻ മലവാഴി പരദേവതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവങ്ങൾക്കും ദൈവൻ അല്ലെങ്കിൽ തേവർ നല്ലച്ചൻ എന്നൊക്കെ പറയുന്ന പേരുകൾ അറിയപ്പെടുന്ന ഒരു ചൈതന്യമാണ്. ശിവൻ്റെ കാട്ടാള രൂപമാണ്. അതിരൗദ്രമായിട്ടുള്ളൊരു ഭാവമാണ്. ഒരു കയ്യിൽ വിട്ടുകത്തിയും മറുകയിൽ നാളികേരം ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഭാവമാണ്. നമുക്ക് വസ്തുക്കച്ചവടങ്ങൾ നടക്കാൻ, ഭൂമി വിൽക്കാൻ, വാങ്ങാൻ, നാൽക്കാലിക ദോഷങ്ങൾ, ദുരിതങ്ങൾ മാറാൻ, നമ്മളെ രോഗങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് അതിവിശിഷ്ടമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ആചരിച്ചു പോരുന്ന ഒരു അതിവിശേഷ ചൈതന്യം തന്നെയാണ്
18 വാഴും മുണ്ടിയൻ മലവാഴി പരദേവത. നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിലുകൾ, ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേന സമർപ്പിക്കുകയും, ശരീരം ശുഷ്കിച്ചിരിക്കുന്നവർക്ക്, അതായത് പുഷ്ടിപ്പെടാനായിട്ട് മണ്ണിലടിയിൽ ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് സമർപ്പിക്കുക. വസ്തുക്കച്ചവടങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഭഗവാന് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ, കള്ള് ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. മാത്രമല്ല ഭഗവാൻ മറ്റുള്ള നേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള്, താവരം, തമുക്ക്, പുഴുക്ക്, കുക്കുട നേദ്യം, ഇതൊക്കെ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് കാര്യസാധ്യത്തിന് ശേഷം മുത്തുക്കോട സമർപ്പിക്കുക എന്ന് പറയുന്ന വിശേഷമായിട്ടുള്ള വഴിപാട് നമുക്കിവിടെ മലവാഴി പരദേവതയ്ക്കുണ്ട്. അത് മലയാട്ടിയമ്മയല്ല, 18 വാഴും മുണ്ടിയൻ മലവാഴി പരദേവത എന്ന് പറയുന്ന മഹാദേവൻ്റെ ചൈതന്യമായ ഭഗവാന്റെ കാട്ടാള രൂപവേഷമാണ്. അപ്പം ഭഗവാൻ കാട്ടിൽ വനവാസ സമയത്ത് അല്ലെങ്കിൽ പാർവതി ദേവിയുമായിട്ട് കാട്ടിൽ രമിച്ച് നടന്ന സമയത്തൊക്കെ അവർ കഴിച്ച ആ ഒരു ഭക്ഷണങ്ങളെ അനുസ്മരിച്ചും കൊണ്ടാണ് നമ്മൾ മണ്ണിലടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭഗവാനിവിടെ നമ്മൾ നേദ്യങ്ങളായിട്ട് സമർപ്പിക്കുന്നത്. തിറവെള്ളാട്ടാണ് ഇവിടുത്തെ ഉത്സവം. ഭഗവത് കൽപ്പന പ്രകാരമാണ് ഇത് നടത്തുന്നത്. 3 നാളുകളായാണ് ഉത്സവം നടക്കുന്നത്. 1-ാം ദിവസം വിശേഷ പൂജകളും തിറക്കാർക്കുള്ള വരവേൽപ്പുമാണ്. 2-ാം ദിവസം ഭദ്രകാളി രൂപക്കളമാണ്. വൈകുന്നേരം ആണ്ടിലൊരിക്കൽ ഭഗവാൻ സർവാഭരണങ്ങളും അണിഞ്ഞ് തൻ്റെ ഭക്തരെ കാണാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. ആർപ്പുവിളികളോടും കൊട്ടും മേളവും ആകാശ വിസ്മയത്തിൻ്റെയും താലപ്പൊലികളുടെയും അകമ്പടിയോടെ ഭഗവാൻ ഭക്തർക്ക് ദർശനം കൊടുത്ത് വല്യച്ഛന്മാരുടെ കളത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. 3-ാം ദിനം ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ രൂപക്കളവും അതിനുശേഷം മുണ്ടിയൻ മലവാഴി പരദേവതയ്ക്ക് കളവുമുണ്ട്. പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഭഗവാന്റെയും കൂളിഭാഗ അമ്മയുടെയും രൂപം വരച്ച് ഭഗവാന്റെ ജനനം മുതലുള്ള കഥകൾ വാഴ്ത്തിപ്പാടി സ്വാമി കളം കയ്യേൽക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് രൂപക്കളം. രൂപക്കളത്തിൽ പാദസ്പർശനത്തിലൂടെ സർവ്വ ഐശ്വര്യവും 33 ദേവകളുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. മുണ്ടയ്ക്കൽ വാഴും പൊന്നുതമ്പുരാൻ്റെ മാറ്റും മഹിമയും ഇപ്പോൾ നാടും ദേശവും വിട്ട് പുറം ലോകവും വാഴ്ത്തിപ്പാടുകയാണ്. ഭഗവാന്റെ മുന്നിൽ വന്ന് സംസാരശേഷി വന്നതും ബാധകൾ തുള്ളിയൊഴിഞ്ഞു പോയതുമൊക്കെ ഇന്നും ഭക്തർക്ക് കണ്ണിൻ മുന്നിൽ മായാതെ കിടക്കുന്ന അത്ഭുതങ്ങളാണ്. അടുത്തതായിട്ട് അറിയാനുള്ളത് എന്താണ് ഈ അഘോട മന്ത്രം അല്ലെങ്കിൽ അഘോട യന്ത്രം? അക്കോടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ കൈമാറി വന്ന മന്ത്രങ്ങൾ കൊണ്ട് എഴുതുന്ന സ്വാമിയുടെ വിഷ്ണുമായ സ്വാമിയുടെ യന്ത്രത്തിനാണ് നമ്മൾ അക്കോട യന്ത്രം എന്ന് പറയുന്നത്. അത് നമ്മളവിടെ വളരെ വിശിഷ്ടമായിട്ട് അമാവാസി പൂജകളൊക്കെ കൊടുത്ത് നേദ്യങ്ങളൊക്കെ ഭഗവാന് കൊടുത്ത് നമ്മൾ ഭഗവാന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ മന്ത്രങ്ങളും മൂലമന്ത്രവും ഒക്കെ ചേർത്ത് ഐങ്കോണി വെട്ടി എഴുതുന്ന യന്ത്രത്തിനാണ് അക്കോട യന്ത്രം എന്ന് പറയുന്നത്. അതായത് അതിൽ നമ്മൾ ഇപ്പോൾ സാധാരണ വിഷ്ണുമായ സ്വാമിയുടെ യന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പലയിടത്തുനിന്നും കിട്ടുന്നത് അറുകോണ് അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ യന്ത്രം അല്ലെങ്കിൽ മായാമോഹിനി യന്ത്രം, അതായത് മഹാവിഷ്ണുവിൻ്റെ മായാമോഹിനി രൂപം, അതായത് വിഷ്ണുമായ രൂപത്തിലുള്ള യന്ത്രങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് പലയിടത്തുനിന്നും. അപ്പോൾ അതല്ലാതെ നമ്മളിവിടെ കൊടുക്കുന്ന വിഷ്ണുമായുടെ യന്ത്രം എന്ന് പറഞ്ഞാൽ ചാത്തൻ സ്വാമിയുടെ വിഷ്ണുമായ ചാത്തൻ്റെ യന്ത്രം, അതായത് അക്കോടം ഐങ്കോൺ വെട്ടി അതിൽ ഭഗവാന്റെ പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ള മന്ത്രങ്ങളൊക്കെ കൊണ്ട് എഴുതിയിട്ടുള്ള ആ യന്ത്രത്തിനാണ് നമ്മൾ അക്കോട യന്ത്രം എന്ന് പറയുന്നത്.